എൻ.സി.പിയിലെ മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി എൻ.സി.പി നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്നാണ്. എ.കെ. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. ഇക്കാര്യം നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സലീം, എ.കെ. ശശീന്ദ്രൻ ഈ നിലപാടിനോട് യോജിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുണ്ടോ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുമെന്ന്? എസ് കെ അവസാന നിമിഷവും ഒരു നേരിയ പ്രതീക്ഷ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരും മറ്റ് ഘടകകക്ഷികളും ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു മന്ത്രിമാറ്റം വേണ്ട എന്നൊരു നിലപാടെടുക്കുമെന്നുള്ളതാണ് എ.കെ. ശശീന്ദ്രന്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വിദൂരവുമാണ്. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും സ്വീകരിക്കുന്ന നിലപാട്, ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എൻ.സി.പിയുടെ ആഭ്യന്തര വിഷയമാണ് മന്ത്രിമാറ്റം. അതിൽ അവർ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ സ്വാഭാവികമായും ദേശീയ പാർലമെന്ററി ബോർഡിന്റെയും ഒപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം നിലവിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ്. എ.കെ. ശശീന്ദ്രനെ മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് തന്നെ പോകും. ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലെ ലക്ഷ്യം. ഇന്നത്തെ കൂടിക്കാഴ്ച 3:30-നാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോ, ഒപ്പം മന്ത്രി എ.കെ. ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എം.എൽ.എ എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് മുഖ്യമന്ത്രിയെ കാണുക. അതിനുശേഷം ഈ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ തങ്ങൾ തീരുമാനിച്ചു എന്നുള്ള വിഷയം മുഖ്യമന്ത്രി അറിയിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് പറഞ്ഞാൽ അത് പരിഗണിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു എതിർപ്പ് മുഖ്യമന്ത്രിയും പറയാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ തന്നെ CPM-ന്റെയും CPI-യുടെയും കൂടിക്കാഴ്ച ചെയ്തപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ CPI സ്വീകരിച്ച നിലപാട് മന്ത്രിയെ മാറ്റുന്നതിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടതില്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ആഭ്യന്തര വിഷയമാണ് എന്നുള്ളതാണ് ആ നിലപാട്. ആ നിലപാട് തന്നെ മുഖ്യമന്ത്രിയും സ്വീകരിച്ചാൽ വളരെ വൈകാതെ തന്നെ തോമസ് കെ തോമസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. എസ് കെ.